പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് ഭാവിയിൽ വരാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കാൻ സാധ്യതയുള്ള രണ്ട് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ സാമി സെയിനും കാർമെലോ ഹെയ്സും തമ്മിലുള്ള ഒരു US ടൈറ്റിൽ മാച്ച് അടുത്ത എപ്പിസോഡിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിലോ നടക്കാൻ സാധ്യതയുണ്ട്. കാർമെലോ ഹെയ്സിൻ്റെ US ടൈറ്റിലിൻ്റെ ഒരു നമ്പർ 1 കണ്ടൻഡർ ആക്കിയിട്ട് ജനറൽ മാനേജറായ നിക് ഓൾഡിസ് ഒരു മാച്ച് ഇന്നത്തെ ഒരു സെഗ്മെൻറ്റിലൂടെ കൺഫേം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെൽസി ഗ്രീനും ആൽബ ഫയറിനും വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു മത്സരം കൂടി കൺഫേം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന NXT വീക്ക്ലി എപ്പിസോഡിൽ ഷാർലറ്റ്, അലക്സ ബ്ലിസ് തുടങ്ങിയവരുടെ ടീം ദി കള്ളിംഗ് എന്ന് പറയുന്ന NXT ബ്രാൻഡിലെ ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ വിജയിച്ചു വരുന്ന ടീം ചെൽസി ഗ്രീന്, ആൽബ ഫയർ തുടങ്ങിയവരുടെ ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് മത്സരങ്ങൾ നടക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഏത് സ്മാക്ഡൗൺ എപ്പിസോഡിലാണെന്നുള്ളത് നിക് ഓൾഡിസോ WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് WWEയുടെ അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്ത മത്സരത്തെ സംബന്ധിച്ചാണ്. നമുക്കിന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഡ്രൂ മാക്കിൻഡയറും റാൻഡി ഓർട്ടനും തമ്മിലുള്ള ഒരു ഗംഭീര 1-on-1 മത്സരമാണ് കാണാൻ സാധിച്ചത്. ഇതൊരു നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരമായിട്ടല്ല നടത്തിയിരുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇതിൽ വിജയിക്കുന്ന റസ്ലറിന് കോഡി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു. സ്റ്റോറി അങ്ങനെയാണ് ബിൽഡ് ചെയ്തും ഹൈപ്പ് കൊടുത്തും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. റാൻഡി ഓർട്ടൺ നിലവിലൊരു ഫേസ് ക്യാരക്ടർ ആയതുകൊണ്ടും റാൻഡി ഓർട്ടൺ ഈ അടുത്ത് ഈ കോഡി റോഡ്സിനെ ഒരു കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ നേരിട്ടത് കൊണ്ട് തന്നെ റാൻഡി ഓർട്ടൺ ഈ മത്സരത്തിൽ വിജയിച്ച് കോഡി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ സാധ്യത ഇല്ല എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു റിസൾട്ട് ആയിരുന്നു. കൂടാതെ ഡ്രൂ മാക്കിൻഡയർ ആണ് നിലവിൽ കോഡി റോഡ്സിനെ ആക്രമിച്ച് കോഡി റോഡ്സിനെ സൈഡ് ലൈൻ ആക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഡ്രൂ മാക്കിൻഡയർ തന്നെ റാൻഡി ഓർട്ടനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോഡി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് പ്രഖ്യാപിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മത്സര റിസൾട്ടും കാണാൻ സാധിച്ചത്. മത്സര ശേഷം റാൻഡി ഓർട്ടനെ ഡ്രൂ മാക്കിൻഡയർ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോഴാണ് കോഡി റോഡ്സിൻ്റെ ഒരു 2-3 ആഴ്ചകൾക്ക് ശേഷമുള്ള ഒരു റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റിലേക്ക് കോഡി റോഡ്സ് ഡ്രൂ മാക്കിൻഡയറിന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പോൾ ഈ മത്സരം കൂടി കൺഫേം ചെയ്യുന്നതോടുകൂടി 5 മത്സരങ്ങൾ റസൽ പലൂസ എന്ന് പറയുന്ന സെപ്റ്റംബർ 21 നടക്കാൻ പോകുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്യപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് നമുക്കിന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് കാണാൻ സാധിച്ചത്. അതിൽ ഒന്നാമത്തേത് സാമി സെയിൻ്റെ US ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ ചലഞ്ച് മത്സരമായിരുന്നു. റേ ഫിനിക്സ് ആയിരുന്നു ഓപ്പൺ ചലഞ്ചിന് ആക്സെപ്റ്റ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സാമി തന്നെ റേ ഫിനിക്സിന് ആ ഒരു മത്സരം കൊടുത്തുകൊണ്ട് ആ ഒരു മത്സരം നടത്തിയത്. അപ്പോൾ ഈ മത്സരം അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. US ചാമ്പ്യൻഷിപ്പിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാണാൻ സാധിച്ച മത്സരമാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് റേ ഫിനിക്സിൻ്റെ ഭാഗത്തു നിന്നും സാമി സെയിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. സാമി സെയിനേക്കാൾ മത്സരത്തിൽ 2-3 പടി മുകളിൽ നിന്നത് റേ ഫിനിക്സ് ആണെന്ന് പറയേണ്ടി വരും. താരത്തിൻ്റെ ഹൈ ഫ്ലൈങ് മൂവ്സ്, താരത്തിൻ്റെ ആ ഒരു സെല്ലിങ്ങിനുള്ള അബിലിറ്റി, അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. റേ ഫിനിക്സിന് ഇനിയും തുടർച്ചയായിട്ട് സിംഗിൾസ് മത്സരങ്ങൾ കൊടുത്താൽ റേ ഫിനിക്സിന് കൃത്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനും നല്ല ഒരു അപ്പർ മിഡ് കാർഡ് ലെവലിൽ സ്റ്റോറി കിട്ടാനും സാധ്യതയുണ്ട്. റേ ഫിനിക്സിനെ ടാഗ് ടീം ഡിവിഷനിൽ ഇട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജി കളയരുത് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഈ ഒരു മത്സരം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതിഗംഭീരമായിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരം എന്തായാലും റേ ഫിനിക്സിന് അനുകൂലമാകില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. സാമി സെയിൻ്റെ ഭാഗത്തു നിന്നും മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് കാണാൻ സാധിച്ചത്. പിൻഫോളിലൂടെ ക്ലീനായി തന്നെ റേ ഫിനിക്സിനെ സാമി പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് US ടൈറ്റിലിൻ്റെ ഓപ്പൺ ചലഞ്ച് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. പിന്നീട് ഓൾറെഡി കൺഫേം നടന്നിട്ടുണ്ടായിരുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരം എന്ന് പറയുന്നത്. നിലവിലെ ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ നമ്പർ 1 കണ്ടൻഡറായ ജെഡ് കാർഗിലിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം. ഈ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ മത്സരത്തിൽ ഉപരി ഈ മത്സരം കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളെ സംബന്ധിച്ച് വേണം നമ്മൾ പറയാൻ. നയ ജാക്സ് ഈ മത്സരം നോ കോൺടെസ്റ്റ് ആയിട്ടാണ് അവസാനിച്ചത്. ഡബിൾ കൗണ്ടറിലൂടെ കൃത്യമായിട്ടുള്ള ഒരു വിജയം കിട്ടാത്തത് കൊണ്ട് തന്നെ ടിഫനി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയാണ് കാണാൻ സാധിച്ചത്. മത്സരശേഷം നയ ജാക്സ് ടിഫനിയെയും ജെഡ് കാർഗിലിനെയും ആക്രമിച്ചു. കുറച്ചധികം നാളുകളായിട്ട് ഈ 3 പേരെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ സ്റ്റോറി നടക്കുന്നത്. അതിൽ നിന്ന് ഒരു വ്യത്യാസം വരണം. അല്ലെങ്കിൽ ടിഫനി, നയ ജാക്സ് ഇവർക്കിടയിലെ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യിപ്പിച്ച് ടിഫനിക്ക്
ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത മറ്റൊരു എതിരാളിയിലേക്ക് സ്റ്റോറി പോകുന്നതായിരിക്കും താരത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും നയ ജാക്സിനെതിരെയുള്ള സ്റ്റോറി പോകുമ്പോൾ ആ ചാമ്പ്യൻഷിപ്പിനോ ആ ചാമ്പിനോ പ്രത്യേകിച്ച് വിലയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാണികൾക്കിടയിൽ തന്നെ ഈ ഒരു ചാമ്പ്യൻഷിപ്പും അതിനുശേഷമുള്ള നയ ജാക്സിൻ്റെ ആക്രമണമൊന്നും പ്രത്യേകിച്ച് ഒരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ക്രൗഡിൻ്റെ ഇന്നത്തെ റിയാക്ഷൻ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായതാണ്. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ഒരു ഏവറേജ് മത്സരമായിട്ടാണ് ഫീൽ ചെയ്തത്. അതിലെ സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് എത്ര കൂട്ടുകാർക്ക് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ സ്റ്റോറി നിലവിൽ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടി പങ്കുവെക്കുന്നു. മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ ബ്രോക്ക് ലെസ്നർ, ട്രൂത്ത് തുടങ്ങിയവരുടെ സെഗ്മെൻറ്റ് കാണാൻ സാധിച്ചു. ആ ഒരു സെഗ്മെൻറ്റ് കണ്ടപ്പോൾ പല കൂട്ടുകാർക്കും മനസ്സിലേക്ക് വന്നൊരു സംശയമായിരിക്കും, ബ്രോക്കിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബീസ്റ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് സോഫ്റ്റായി മാറിയിട്ടുണ്ടോ, ബ്രോക്കിനെ പ്രായം തളർത്തി തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചു. കാരണം ബ്രോക്ക് ചിരിക്കുന്നതായിട്ട് ആ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചു. ബ്രോക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ ചിരിക്കാറുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ്. ആ സെഗ്മെൻറ്റുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രൂത്തിനെതിരെയുള്ള സെഗ്മെൻറ്റുകളിൽ ആയിരിക്കും ബ്രോക്ക് ചിരിച്ചിട്ടുണ്ടാക്കുക. അത് ട്രൂത്ത് എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വളരെ കോമഡി നിറഞ്ഞ കഥാപാത്രമാണ്. നമുക്കറിയാം, എതിരെ നിൽക്കുന്നത് ആരായാലും അവരെയൊക്കെ ചിരിപ്പിക്കാൻ വലിയൊരു മിടുക്ക് അത് ട്രൂത്തിന് ഉണ്ട്. അത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലും കാണാൻ സാധിച്ചത്. ബ്രോക്ക് സീനയെ വെല്ലുവിളിക്കാൻ വേണ്ടി മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ട്രൂത്ത് അങ്ങോട്ടേക്ക് കയറി വന്ന് സീനയ്ക്ക് വേണ്ടി പ്രതിരോധിച്ച് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ബ്രോക്ക് തിരിച്ച് ചോദിക്കുന്നുണ്ട്, നീ ആരാണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം ട്രൂത്ത് പറയുന്നത് ഞാൻ ട്രൂത്ത് ആണ് എന്നുള്ളതാണ്. പിന്നീടും ബ്രോക്ക് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്. അപ്പോൾ പറയുന്നത് താൻ റോൺ സീന ആണ് എന്നുള്ളതാണ്. അപ്പോൾ സീന നിൻ്റെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ സീന തൻ്റെ മുതിർന്ന സഹോദരനാണ്, തൻ്റെ ചൈൽഡ്ഹുഡ് ഹീറോ ആണെന്നൊക്കെ പറഞ്ഞ് വളരെ രസകരമായിട്ട് ആ ഒരു സെഗ്മെൻറ്റിൽ ട്രൂത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പോൾ ട്രൂത്തിൻ്റെ ഈ ഒരു മറുപടികളൊക്കെ വരുന്ന സമയത്ത് ബ്രോക്കിന് കൈവിട്ട് പോയി അദ്ദേഹം ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ എതിരെ നിൽക്കുന്നവരെ ചിരിപ്പിക്കാൻ ട്രൂത്തിന് വളരെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രോക്കിൻ്റെ ഒരു ക്യാരക്ടർ നമുക്കിന്ന് കുറച്ച് സോഫ്റ്റായിട്ട് ഫീൽ ചെയ്തത്. പക്ഷേ ബ്രോക്ക് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിപ്പിച്ചത് ട്രൂത്തിനെ FI കൊടുത്ത് ആക്രമിച്ചുകൊണ്ടാണ്. മറ്റൊരു കാര്യം കൂടി പങ്കുവെക്കാനുള്ളത്, റസൽ പലൂസ എന്ന് പറയുന്ന സെപ്റ്റംബർ 21 ഞായറാഴ്ച നടക്കാൻ പോകുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവന്റ് മത്സരം ജോൺ സിന വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള വൺ ലാസ്റ്റ് ടൈം എവർ ഡ്രീം മാച്ച് ആയിരിക്കും എന്നുള്ളതും WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രൂത്തിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ലക്ഷക്കണക്കിന് വ്യൂസ് സമ്മാനിച്ചിട്ടുണ്ട്. ബ്രോക്കിൻ്റെ ക്യാരക്ടർ അത്ര ഒരു വീര്യം കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ട്രൂത്ത് എന്ന് പറയുന്ന റെസ്ലർ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മികച്ചതാക്കുമ്പോൾ എതിരെ നിൽക്കുന്നവർ ചിരിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. ഇതിന് മുൻപും ബ്രോക്ക്, ട്രൂത്ത് തുടങ്ങിയവരുടെ സെഗ്മെൻറ്റിൽ ബ്രോക്ക് ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിന് തുല്യമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ബീസ്റ്റ് ക്യാരക്ടറിൽ തന്നെയായിരിക്കും ബ്രോക്ക് തുടർന്നുള്ള ഇനി എല്ലാ സ്റ്റോറി ലൈനുകളും ചെയ്യുക. അപ്പോൾ സെപ്റ്റംബർ 21 ഒരു കിടിലൻ മത്സരം നമുക്ക് സീന ബ്രോക്ക് മത്സരത്തിലൂടെ കാണാൻ സാധിച്ചേക്കാം. ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം AAA എന്ന് പറയുന്ന മെക്സിക്കൻ കമ്പനിയും WWEയും സംയുക്തമായിട്ട് നടത്തിയ വേൾസ് കൊളൈഡ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. അതിലെ ചില സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ AAA ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. സൈക്കോ ക്ലൗണ്, പെഗാനോ തുടങ്ങിയവരുടെ ടീം ന്യൂ ഡേ ടീമിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ന്യൂ ഡേയിലെ സാവി റൂട്ട്സിന് ഇഞ്ചുറി ആയതുകൊണ്ട് ഗ്രേസൺ വോളറാണ് മത്സരിക്കാൻ ഇറങ്ങിയത്. മത്സരത്തിൽ പെഗാനോ, സൈക്കോ ക്ലൗൺ തുടങ്ങിയവരുടെ ടീം പിൻഫോളിലൂടെ തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം റിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ ഇടയിൽ വൈറ്റ് സിക്സിൻ്റെ ഒരു സർപ്രൈസ് അപ്പിയറൻസും വൈറ്റ് സിക്സ് ഈ AAA ടാഗ് ടീം ചാമ്പ്യന്മാരെ ആക്രമിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ AAA ടാഗ് ടീം ചാമ്പ്യന്മാരും WWE ടാഗ് ടീം ചാമ്പ്യന്മാരായ വൈറ്റ് സിക്സും തമ്മിലുള്ള ഒരു സ്റ്റോറി മത്സരം ഇനി വരുന്ന AAAയുടെ ഷോയിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് സിക്സിൻ്റെ ഒരു അപ്പിയറൻസ് വളരെ സർപ്രൈസ് ആയിരുന്നു. ഇന്നത്തെ ഈ ഒരു വേൾസ് കൊളൈഡിലെ ആദ്യ സർപ്രൈസ് എലമെൻ്റായി കാണാൻ സാധിച്ചതും ഈ വൈറ്റ് സിക്സിൻ്റെ അപ്പിയറൻസ് തന്നെയായിരുന്നു. മറ്റൊരു അപ്ഡേറ്റ് ഡൊമിനിക് മെസ്റ്റിരിയോ ഡബിൾ ചാമ്പ്യൻ ആയതിനെ സംബന്ധിച്ചാണ്. വേൾസ് കൊളൈഡ് എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ എൽ ഹിജോ ഡെൽ വൈക്കിംഗോ എന്ന് പറയുന്ന റെസ്ലറിനെ എൽ ഗ്രാൻഡ് അമേരിക്കാനയുടെ സഹായത്തോടു കൂടി ഡൊമിനിക് മെസ്റ്റിരിയോ പരാജയപ്പെടുത്തുന്നതും ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പും AAA മെഗാ ചാമ്പ്യൻഷിപ്പും ഒരുമിച്ച് വിജയിക്കുന്ന ആദ്യ റെസ്ലറായിട്ട് ഡൊമിനിക് മെസ്റ്റിരിയോ മാറുന്നതും അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് താരത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. എൽ ഗ്രാൻഡ് അമേരിക്കാനോ ഇനി ജഡ്ജ്മെൻറ്റ് ഡേ ടീമിൻ്റെ മെമ്പറാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. പക്ഷേ ഡൊമിനിക് മെസ്റ്റിരിയോയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഓവർ പുഷാണോ എന്നുള്ള തലത്തിൽ നിലവിലൊരു ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത്
എൽ ഹിജോ ഡെൽ വൈക്കിംഗോ എന്ന് പറയുന്ന റെസ്ലർ. അത് കമ്പനിയുടെ ഫേസ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് അത്ര ഒരു നല്ലൊരു സപ്പോർട്ട് നിലവിൽ കിട്ടുന്നില്ല. ഡൊമിനിക്കിനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെഗ്മെൻറ്റുകൾക്കും അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾക്കും വലിയൊരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ മെക്സിക്കൻ ആരാധകർ ഒരു വില്ലനായിട്ടും ഡൊമിനിക്കിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡൊമിനിക്കിനെ വിജയിപ്പിച്ച് AAA കമ്പനിയുടെ ഒരു ഫേസാക്കി നിർത്താമെന്നുള്ളത് അവർക്ക് മുന്നിൽ ഒരു ഫസ്റ്റ് ചോയ്സ് ആണ്. രണ്ടാമത്തെ ചോയ്സ് ഡൊമിനിക് മിസ്റ്റീരിയോയുടെ പ്രായമാണ്. ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ ആരാധകരുമായിട്ട് വലിയ രീതിയിൽ കണക്ട് ചെയ്യപ്പെടാൻ ഡൊമിനിക്കിൻ്റെ കഥാപാത്രത്തിന് സാധിച്ചിട്ടുണ്ട്. റേ മിസ്റ്റീരിയോയുടെ മകൻ എന്നുള്ളതിൽ ഉപരി ഡൊമിനിക് മിസ്റ്റീരിയോ സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റാർഡം ഇതിനോടകം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ ഇത്രയും ചെറിയൊരു പ്രായത്തിൽ വലിയൊരു അച്ചീവ്മെൻറ്റ്, വലിയൊരു ക്രൗഡ് സപ്പോർട്ടൊക്കെ സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ AAAയുടെ ഒരു മുഖമായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഈ AAA മെഗാ ചാമ്പ്യൻ ആക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. ഡൊമിനിക് മിസ്റ്റീരിയോയുടെ കഥാപാത്രത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഡിസർവ് ആയിട്ടുള്ള ഒരു മത്സര വിജയം തന്നെയാണ് ഇന്ന് കൊടുത്തത്. കമ്പനിയുടെ ഭാവിയിലേക്കും ഡൊമിനിക് മിസ്റ്റീരിയോയെ വിജയിപ്പിച്ചത് കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ ആണെന്ന് പറയേണ്ടി വരും. ഡബിൾ ചാമ്പ്യനായിട്ട് ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് ഇനി എത്ര കാലം മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇനി ഈ AAA മെഗാ ചാമ്പ്യൻഷിപ്പിന് ഡൊമിനിക് മിസ്റ്റീരിയോയുടെ ആദ്യ ചലഞ്ചറായി വരാൻ പോകുന്നത് പെൻഡ എന്ന് പറയുന്ന സൂപ്പർ താരമായിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. വെയിൽസ് കൊളൈഡ് എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ തുടക്കത്തിൽ പെൻഡയുടെ ഒരു സെഗ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ പെൻഡ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് അത് AAA മെഗാ ചാമ്പ്യൻഷിപ്പിനാണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹീലായിട്ടുള്ള ഡൊമിനിക്കും ഫേസ് ആയിട്ടുള്ള പെൻഡയും തമ്മിലുള്ള സ്റ്റോറി ആയിരിക്കും AAAയുടെ ഷോകളിലൂടെയും WWEയുടെ റോ എപ്പിസോഡുകളിലൂടെയും ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കുക. വെൽസ് കൊളൈഡ് എന്ന് പറയുന്ന ഇവൻറ്റ് യൂട്യൂബിൽ ലൈവായിട്ട് WWE എയർ ചെയ്തതാണ്. അത് ഇപ്പോഴും ലഭ്യമാണ്. കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ ഫുൾ ഷോയോ അല്ലെങ്കിൽ ഹൈലൈറ്റ്സോ കാണാൻ വേണ്ടി ശ്രമിക്കുക. സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചും വെൽസ് കൊളൈഡ് എന്ന് പറയുന്ന ഇവൻറ്റിനെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ അത് എന്ത് തന്നെയായാലും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.